ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, യൂട്യൂബിനെ സീരിയസ് ആയി കാണുന്നവർക്കുള്ള ഒരു വീഡിയോ ആണിത്. അതായത് യൂട്യൂബ് ചാനൽ വളർത്തണം, അതിലൂടെ വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്ന പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കാര്യങ്ങളൊക്കെ കുറച്ച് പഠിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ശരിയായ രീതിയിൽ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. ലോങ് വീഡിയോൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം, പക്ഷേ ഇതിൽ മെയിനായിട്ട് ഞാൻ ഷോർട്സിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം എല്ലാവരും പുതിയതായി തുടങ്ങുന്ന സമയത്ത് ഷോർട്സ് ആണല്ലോ കൂടുതലായി ചെയ്യുന്നത്. അപ്പോൾ ആ ഷോർട്സ് കറക്റ്റായിട്ട് കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായി ഫോളോ ചെയ്ത് എങ്ങനെ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാനീ പറയുന്നത് എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഞാനിപ്പം കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ആദ്യം എനിക്ക് ഇതുപോലെ തന്നെ യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഓരോന്ന് സെർച്ച് ചെയ്താണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ എനിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞിരുന്നു. നിങ്ങൾക്കും ആ ഒരു ലെവലിലേക്ക് എത്തണം, നിങ്ങൾക്കും ആ ഒരു ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പുതിയതായി തുടങ്ങിയ ആൾക്കാർക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, ചിലർക്ക് അറിയാത്തവരും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനൽ മാത്രം പോരാ, YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പും കൂടി നമ്മുടെ ഫോണിൽ വേണം. നമ്മൾ ആദ്യം ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബ് ചാനലിലും, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് YT സ്റ്റുഡിയോയിലും ആണ്. ഞാൻ ചെയ്യുന്ന കാര്യം മാത്രമാണ് ശരിയെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഈ ഒരു രീതി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ പറഞ്ഞല്ലോ, മെയിനായിട്ട് ഷോർട്സിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാം, ഓരോ സ്റ്റെപ്പിൻ്റെയും സ്ക്രീൻഷോട്ടും കൊടുക്കാം, ഞാൻ എക്സ്പ്ലെയിനും ചെയ്തു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാം. അപ്പം അതിൻ്റെ ഏറ്റവും താഴത്തായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാം. ആ പ്ലസ് ഐക്കണിൻ്റെ കൂടെ ഷോർട്സ്, വീഡിയോ, ലൈവ്, പോസ്റ്റ് അങ്ങനെയൊക്കെ കാണാം. ഇതിൽ നമ്മൾ ഷോർട്സ് ആണ് ആദ്യം എടുക്കേണ്ടത്. നമ്മൾ ഷോർട്സ് ആണല്ലോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഷോർട്സ് എടുക്കുക. ഷോർട്സ് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ ആഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന എന്തെങ്കിലും വീഡിയോസ്, അതായത് ഷോർട്സിൻ്റെ വീഡിയോസ് അവിടെ കാണാം. നമ്മൾ ഫോണിൽ എഡിറ്റ് ചെയ്ത് വെക്കുമല്ലോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കാര്യം നമുക്ക് അവിടെ കാണാം. ഏറ്റവും റൈറ്റ് സൈഡിൽ ഡ്രാഫ്റ്റ് കാണാം. ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഷോർട്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഡബ് സ്മാഷ് ആ ഒരു ടൈപ്പ്, അത് നമ്മൾ ചെയ്ത് നേരെ ഡ്രാഫ്റ്റ് ചെയ്താൽ വെക്കാറ്. ഞാൻ അങ്ങനെ കേട്ടോ ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കും. അപ്പം അതാണ് ആ ഡ്രാഫ്റ്റിൽ കാണുന്നത്. അപ്പം നിങ്ങൾ ഇതിൽ ഏതാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എവിടെയാണോ നിങ്ങളുടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഷോർട്സ് ഉള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ആ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. അതായത് നമ്മൾ ചെയ്തത് ശരിയാണോ എന്നൊക്കെ ആ സമയത്ത് നമ്മൾ കാണുക. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ ഈ വീഡിയോ പിന്നെ കാണാൻ പോകുന്നില്ല. അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അത് നമ്മൾ ചെയ്ത ഷോർട്സ് തന്നെ പിന്നെയും കാണുക എന്നുള്ളത്. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുകൊണ്ട് ഇപ്പം തന്നെ ആ ഷോർട്സ് നമ്മൾ ഓൾറെഡി നോക്കി വെക്കുക. എന്തെങ്കിലും എഡിറ്റ് എങ്ങാനും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മളത് പിന്നെയും വേറെ എഡിറ്റൊക്കെ ചെയ്ത് അടുത്ത ഷോർട്സ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എല്ലാം ചെക്ക് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ താഴെ കാണുന്ന നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിന് തംബ്നെയിൽ സെറ്റ് ചെയ്യണം. തംബ്നെയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ചാനൽ എടുത്ത് നോക്കുമ്പോൾ ഷോർട്ടിൻ്റെ ഏത് ഭാഗമാണോ നമ്മൾ തംബ്നെയിലായിട്ട് വെക്കുന്നത് ആ ഒരു ഭാഗമായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ വേണം നമ്മൾ തംബ്നെയിലായി വെക്കാൻ. ആ തംബ്നെയിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ കാണേണ്ടത്. അപ്പോൾ അവരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിക്കുന്ന തരത്തിലുള്ള തംബ്നെയിൽസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിന് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലുള്ള നമ്മുടെ ഓൾറെഡി ആ ഒരു പിക്ചർ പോലെ വരൂലേ, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ആ പെൻ ഐക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴത്തായിട്ട് നമ്മുടെ ആ ഷോർട്സിൻ്റെ ഓരോ ക്ലിപ്സ് ആയിട്ട് താഴെ കാണാം. അപ്പോൾ നമ്മളത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള തംബ്നെയിൽ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി വെക്കുക, ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ തംബ്നെയിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ നമ്മൾ ഏതാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ടൈറ്റിൽ അത് കൊടുക്കുക. അത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വേണം നമ്മളിവിടെ #ടാഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിലവർ #ഒന്നും കൊടുക്കാണ്ടും ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനിവിടെ #ടാഗ് കൊടുക്കാറുണ്ട്. നമുക്കിനി #ടാഗ് നോക്കാം. ഞാൻ മെയിനായിട്ട് കൊടുക്കുന്ന #ഒക്കെയാണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യുന്നവർക്ക് ആ #ടാഗ് വേണമെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഞാൻ ഇത്രയും നാളും ചെയ്ത ആ ഒരു എക്സ്പീരിയൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ചെയ്താട്ടോ ഇത്ര നാൾ എത്തിയത്. അപ്പോൾ ഇപ്പം ഞാൻ കറണ്ടായിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം. നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോ ആണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ #മാറ്റിയൊക്കെ കൊടുക്കുക.
ഇപ്പോൾ കുക്കിംഗ് ഒക്കെ ആയിരിക്കും ചിലവർ, അപ്പോൾ കുക്കിംഗ് കൊടുക്കുക, ട്രാവൽ ആണെങ്കിൽ ട്രാവൽ കൊടുക്കുക, അല്ലാണ്ട് മിനി വ്ളോഗ് അതൊക്കെ ആണെങ്കിൽ വ്ളോഗ് കൊടുക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ മാറ്റിയും തിരിച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ടൈറ്റിലായല്ലോ, ഇനി അതിൻ്റെ നേരെ താഴെയുള്ള വിസിബിലിറ്റി സെലക്ട് ചെയ്യുക. വിസിബിലിറ്റിയിൽ പബ്ലിക് ഉണ്ടാവും, അൺലിസ്റ്റഡ് ഉണ്ടാവും, പ്രൈവറ്റ് ഉണ്ടാവും, പിന്നെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞതാണെങ്കിൽ മെമ്പേഴ്സ് ഓൺലി ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇത് അൺലിസ്റ്റഡ് ആക്കി വെക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഓഡിയൻസ് അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് അടിക്കുക. നിങ്ങൾ കിഡ്സിന് വേണ്ടിയുള്ള വീഡിയോസാണ് ചെയ്യുന്നതെങ്കിൽ മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നതൊന്നും കിഡ്സിന് വേണ്ടിയുള്ളതല്ലോ, ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടില്ലല്ലേ. അതുകൊണ്ട് നമ്മളത് നോ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴോട്ട് ഷോ മോർ എന്ന് പറഞ്ഞിട്ടൊരു ആരോ കാണും. ആ ഷോ മോറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബാക്കി ഓപ്ഷൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് റിലേറ്റഡ് വീഡിയോ ആണ്. ആ റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. റിലേറ്റഡ് വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്സിന്റെ ക്യാപ്ഷന്റെ മുകളിലായിട്ട് ചിലവരയിൽ വേറൊരു വീഡിയോന്റെയോ ഷോർട്സിന്റെയോ ലിങ്ക് പോലെ കാണൂലേ, അതാണ് റിലേറ്റഡ് വീഡിയോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അതിന് മുമ്പത്തെ വീഡിയോ ഏതാണോ വരുന്നത് അത് നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ റിലേറ്റഡ് വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുമ്പ് ചെയ്ത വീഡിയോസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് ക്ലിക്ക് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഫസ്റ്റ് ടൈം ആണ് റിലേറ്റഡ് വീഡിയോ ആഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ ഒരു വെരിഫിക്കേഷൻ ചോദിക്കും. അവർ ഓപ്ഷൻസ് തരും. ഒരു 6 സെക്കൻഡ് എങ്ങാനുള്ള ഒരു വീഡിയോ, അതായത് നമ്മൾ മുഖം അങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, നേരെ നോക്കുക, അങ്ങനെ പറഞ്ഞിട്ടൊരു വെരിഫിക്കേഷൻ വരും. ആ വെരിഫിക്കേഷൻ ചെയ്യണം. ആ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിലേറ്റഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അത് ചെയ്ത ശേഷം 24 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ആയിരിക്കും നമുക്ക് റിലേറ്റഡ് വീഡിയോ കൂടി ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ, അതായത് ആട്രിബ്യൂട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ വരുന്നത് AI യൂസ് എന്ന അതിലിപ്പോൾ വരുന്നത്. മുമ്പ് ഇത് ആൾട്ടേഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട്, ഒരു മാസമായിട്ടില്ല, അത്രയും നാളായിട്ട് AI യൂസ് എന്നാണ് വരുന്നത്. അതിൽ നിങ്ങൾ ഈ വീഡിയോ, അതായത് ഷോർട്ട് ഏതെങ്കിലും തരത്തിലുള്ള AI യൂസ് ചെയ്താണ് ചെയ്തതെങ്കിൽ, AI വീഡിയോ ആണെങ്കിൽ നിങ്ങളത് യെസ് കൊടുക്കുക. അല്ലാണ്ട് നിങ്ങളുടെ തന്നെ സ്വന്തം പ്രയത്നത്താൽ നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത വീഡിയോ ആണെങ്കിൽ, നിങ്ങളുടെ സ്വന്തം വീഡിയോ ആണെങ്കിൽ നോ കൊടുക്കുക. ഇനി നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാം. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും ഇപ്പോഴല്ല ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ നേരെ ഇത് അപ്ലോഡ് ചെയ്യുക. ഇനി ഈ സമയത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യരുത്. ആ വീഡിയോ അപ്ലോഡ് ആവട്ടെ. അപ്ലോഡായി കഴിഞ്ഞ ശേഷം യൂട്യൂബ് നമ്മുടെ ഈ വീഡിയോ ചെക്ക് ചെയ്യും, ഈ ഷോർട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് നമുക്കൊരു നോട്ടിഫിക്കേഷൻ പോലെ വരും. പിന്നെ ഈ ഡബ് സ്മാഷ് ആ ഒരു ടൈപ്പ് വീഡിയോയ്ക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനായിട്ട് വരില്ല. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു ടൈം കൊടുക്കണം. ഒരു 5 to 10 മിനിറ്റ് നമ്മൾ യൂട്യൂബിന് കൊടുക്കണം. അത് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് അതിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്താൻ. ആ നോട്ടിഫിക്കേഷൻ വരുന്നത് നോ ഇഷ്യൂസ് വെയർ ഫൗണ്ട് ഇൻ യുവർ വീഡിയോ എന്ന് പറഞ്ഞിട്ട് വരും. അത് വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരത് പറയും. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഒരു 2-3 മിനിറ്റ് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അത് വന്നു കഴിഞ്ഞ് നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒരു 5 to 10 മിനിറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളിത് പബ്ലിക് ആക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ടില്ല വെച്ചിരിക്കുന്നത്. ഇനി അത് നമ്മൾ പബ്ലിക് ആക്കണം. അതിനുവേണ്ടി നമ്മൾ നേരെ YT സ്റ്റുഡിയോയിൽ പോകണം. നമ്മൾ YT സ്റ്റുഡിയോയിൽ പോയി ഫസ്റ്റ് നമുക്ക് ഡാഷ്ബോർഡാണ് കാണിക്കുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ ഡാഷ്ബോർഡിൻ്റെ അപ്പുറത്ത് തന്നെ കണ്ടന്റ് ഉണ്ട്. കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടന്റിൻ്റെ റൈറ്റ് സൈഡിൽ വ്യൂ ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ വ്യൂ ഓൾ അടിക്കുന്ന സമയത്ത് നമ്മുടെ ഷോർട്സ് എല്ലാം താഴെയായിട്ട് വരും. അപ്പോൾ അതിൽ നമുക്ക് ടൈം കാണിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് എത്ര സമയമായി എന്നുള്ളത് കാണിക്കും. എൻ്റെ ഇപ്പോൾ 8 മിനിറ്റാണ് കാണിക്കുന്നത്. സാധാരണ ഒരു 6-7 മിനിറ്റിൽ നിങ്ങൾ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ടൈപ്പൊക്കെ ചെയ്ത് വന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ മുമ്പേ എന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ പെട്ടെന്ന് കയറുന്ന സമയത്ത് ഞാൻ ഏത് സമയത്ത് അപ്ലോഡ് ചെയ്താലും എൻ്റെ കയറുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എൻ്റെ കറക്റ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്താൽ മാത്രമേ ഇപ്പോൾ എൻ്റെ വീഡിയോസ് കയറുന്നുള്ളൂ. 10 മിനിറ്റിന് ശേഷമാണെങ്കിൽ അത്ര ഇതായിട്ട് കയറുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് തന്നെ ചെയ്യുന്നു. ഒരു 6 to 7 മിനിറ്റ് ആകുമ്പോൾ ഞാനത് ബാക്കിയുള്ള കാര്യങ്ങൾ, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്യും. അപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങളും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ആ അൺലിസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അതിൽ ആ 3 ഡോട്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പം അതിൽ എഡിറ്റ് കാണും. എഡിറ്റ് ക്ലിക്ക് ചെയ്യും. അപ്പം അതിൽ നേരത്തെ വന്ന പോലെ നമ്മൾ നേരത്തെ ടൈറ്റിലൊക്കെ ആഡ് ചെയ്തല്ലോ, ആ സെയിം സാധനം ഇവിടെ വരും. അപ്പം അതിൻ്റെ താഴോട്ടുള്ള ഷോ മോർ ക്ലിക്ക് ചെയ്യുക. ഷോ മോർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വിസിബിലിറ്റി നമ്മൾ അൺലിസ്റ്റഡ് ആക്കിയതുകൊണ്ട് അത് വന്നിട്ടുണ്ട്. പിന്നെ ഓഡിയൻസ് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ
നമ്മൾ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. പലരും പല രീതിയിലാണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുള്ളത്. ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഞാൻ സാധാരണ കൊടുക്കാറുള്ളത് യൂട്യൂബ് ഷോർട്സ്, ഷോർട്സ് ഫീഡ്, മലയാളം, കോമഡി, ട്രെൻഡിങ്, വൈറൽ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കൊടുക്കാറ്. നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ടൈറ്റിൽ കൊടുത്ത ഹാഷ് ടാഗ്സ് ഉണ്ടല്ലോ, ആ ഒരു കാര്യങ്ങൾ നമുക്കിവിടെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൊടുക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ ചെയ്യുന്ന രീതിയാട്ടോ ഇത്. നിങ്ങൾ നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് കുക്കിംഗ് ആയാലും ട്രാവൽ ആയാലും അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസ് നിങ്ങൾ വരുത്തിയിട്ട് ചെയ്യുക. പിന്നെ അടുത്ത് വരുന്ന ലൊക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ ഏത് ലൊക്കേഷനിലാണോ അത് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്താൽ ലൊക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. നേരത്തെ നമ്മൾ റിലേറ്റഡ് വീഡിയോ ആഡ് ചെയ്തതുകൊണ്ട് ഇവിടെ ഓൾറെഡി ഇത് കാണിക്കുന്നുണ്ട്. ഇനി നേരത്തെ പോലെ ഏറ്റവും താഴത്തെ ആട്രിബ്യൂട്ട്സ് എടുക്കുക. അതിൽ AIUs, കാറ്റഗറി, ടാഗ്സ് ഇതൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ AIUsൻ്റെ അവിടെ നോ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി അതിലെ ലാസ്റ്റ് ഓപ്ഷൻ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ്, അതിൻ്റെ താഴത്ത് അലോ എംബഡിങ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടിക്ക് ഉണ്ട്. ആ ടിക്കായിരിക്കും അതിലെല്ലാവർക്കും വരുന്നത്. ആ ടിക്ക് നമ്മൾ കളയണം, അതായത് അത് ഡിസേബിൾ ചെയ്യണം. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ഷെയർ ആയി പോകുമല്ലോ. ബാക്കിയുള്ളവർ ഷെയർ ചെയ്യുന്ന മാത്രമല്ല, നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ ചിലവർ ഇതിൻ്റെ ലിങ്കൊക്കെ സ്റ്റാറ്റസ് പോലെയൊക്കെ ഇടും. ഈ അലോ എംബഡിങ് ടിക്കാ കിടക്കുന്നതെങ്കിൽ ആ സമയത്ത് അവർ നോക്കുമ്പോൾ ആ വ്യൂസ് നമുക്ക് യൂട്യൂബിൽ കിട്ടൂല. ആ വ്യൂസ് നമുക്ക് വെറുതെ പോകും. ഈ അലോ എംബഡിങ് ഡിസേബിൾ ചെയ്താൽ ആ വ്യൂസൊക്കെ നമുക്ക് നമ്മുടെ ഷോർട്സിൻ്റെ യൂട്യൂബിൽ വ്യൂസ് ഉണ്ടല്ലോ, ആ വ്യൂസിൻ്റെ കൂടെ കൂട്ടും. അപ്പോൾ നമ്മുടെ വ്യൂസ് കുറയാതിരിക്കാൻ വേണ്ടി ഈ അലോ എംബഡിങ് നമ്മൾ ഡിസേബിൾ ചെയ്ത് കളയുക. ഇനി നമ്മൾ നേരെ ബാക്ക് പോവുക, കാറ്റഗറി എടുക്കുക. കാറ്റഗറി എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഏത് ടൈപ്പാണോ അത്. നമ്മൾ ഈ കാറ്റഗറി കൊടുക്കുന്നതനുസരിച്ചാണ് യൂട്യൂബ് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നതും ഏത് ടൈപ്പ് ആൾക്കാരിലേക്കാണ് എത്തിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നതും. ഈ കാറ്റഗറി എടുത്താൽ കുറേ ഓപ്ഷൻസ് അതിൽ വരും. കാർസ് ആൻഡ് വെഹിക്കിൾസ്, കോമഡി, എഡ്യൂക്കേഷൻ, അങ്ങനെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ബാക്കിയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. നമ്മുടെ ടൈപ്പ് ഏതാണോ, നമ്മുടെ കാറ്റഗറി ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു കോമഡി ടൈപ്പ് വീഡിയോസാണ്. അതുകൊണ്ട് ഞാൻ കോമഡിയാണ്. ഈ കോമഡി ഷോർട്സിനൊക്കെ കോമഡി കൊടുക്കും. അല്ലാത്ത ഷോർട്സിനൊക്കെ ഞാൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷനെ ഞാൻ കൊടുക്കാറ്. ഞാൻ ഇത് ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ കൊടുക്കും കേട്ടോ. മുമ്പ് ഞാൻ ആദ്യം കോമഡി ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം എൻ്റർടൈൻമെൻറ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കോമഡി വന്നു, അപ്പോൾ കോമഡി കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് എൻ്റർടൈൻമെൻറ്റിലേക്ക് മാറ്റും, പിന്നെയും കോമഡി, അങ്ങനെ മാറ്റി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നമുക്ക് ഏതാണ് വ്യൂസ് കൂടുതൽ കിട്ടുന്നത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുക. പിന്നെ കോമൺ ആയിട്ടുള്ള കാറ്റഗറീസ് കുറച്ച് ഞാൻ പറഞ്ഞുതരാം. കോമൺ ആയിട്ട് വെച്ചാൽ സാധാരണ ആൾക്കാർ ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് കാറ്റഗറീസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ, അല്ലെങ്കിൽ അതായത് ഡ്രസ്സിൻ്റെ റിവ്യൂ, മേക്കപ്പ് ഐറ്റംസ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഹൗ ടു ആൻഡ് സ്റ്റൈലിൽ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ചിലപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ആയിരിക്കും, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഹൗ ടു ആൻഡ് സ്റ്റൈലിൽ കൊടുക്കുക. പിന്നെ കുക്കിങ്ങും ഈ ഒരു കാറ്റഗറിയിലാട്ടോ വരുന്നത്. കുക്കിങ്ങിന് വേറെ തന്നെ ഒരു കാറ്റഗറി ഇല്ല. അപ്പോൾ കുക്കിങ്ങുകാരും ഹൗ ടു ആൻഡ് സ്റ്റൈലിൽ കൊടുക്കുക. പിന്നെ ചിലപ്പോൾ ഗാർഡനിങ് ചെയ്യുന്നവരുണ്ടാവും, സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ ഹൗ ടു ആൻഡ് സ്റ്റൈൽ, ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാട്ടോ, ഹൗ ടു ആൻഡ് സ്റ്റൈൽ. പിന്നെ വേറെ ഒന്നുണ്ട് പീപ്പിൾ ആൻഡ് ബ്ലോഗ്. നമ്മുടെ വേറെ കാറ്റഗറീസ് ഒന്നും അതിൽ കാണുന്നില്ലെങ്കിൽ നമുക്ക് പീപ്പിൾ ആൻഡ് ബ്ലോഗിൽ കൊടുക്കാം. പിന്നെ ട്രാവലിന് വേറെ തന്നെയുണ്ട്, ട്രാവൽ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ചിലവർ വ്ളോഗ്സ് ചെയ്യും, മിനി വ്ളോഗ്സ് ചെയ്യും, പിന്നെ ക്ലീനിങ് ചെയ്യും. ആ കാര്യങ്ങളൊക്കെ പീപ്പിൾ ആൻഡ് വ്ളോഗ്സ് ഉണ്ട്, അതിൽ കൊടുക്കാം. പിന്നെ ഈ കാറ്റഗറീനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആ കാറ്റഗറി സെലക്ട് ചെയ്യുക നമ്മുടെ വീഡിയോ അനുസരിച്ച്. പിന്നെ നമ്മൾ നേരെ ബാക്ക് പോവുക. ബാക്ക് പോകുന്ന സമയത്താണ് ടാഗ്സ് വരുന്നത്. ആ ടാഗ്സ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ ടാഗ്സ് കൊടുക്കണം. നമ്മൾ ആദ്യം ഹാഷ് ടാഗ് കൊടുത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെയും കൊടുക്കുക. ആ ഹാഷ് ടാഗ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു 5-6 എണ്ണം കൊടുത്താൽ മതി. പക്ഷേ ഇതിൽ നമുക്ക് ഒരു 10 to 15 ടാഗ് കൊടുക്കാം. മിനിമം ഒരു 10 എന്തായാലും കൊടുത്തോ. നമ്മൾ ഈ ടാഗ്സ് കൊടുക്കുന്നതനുസരിച്ചാണ് നമ്മളെ വീഡിയോ പ്രൊമോട്ടായിട്ടും ഒക്കെ വരുന്നത്. നമ്മുടെ വീഡിയോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും യൂട്യൂബിൽ ആ ഒരു വേർഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ വീഡിയോ അവിടെ വരും. പറഞ്ഞത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ കൊടുക്കുന്നത് യൂട്യൂബ് ഷോർട്സ്, ഷോർട്ട് ഫീഡ്, ട്രെൻഡിങ് കൊടുക്കും, വൈറൽ കൊടുക്കും. പിന്നെ എൻ്റെ കോമഡി ഒക്കെ ആണല്ലോ, അപ്പോൾ ഞാൻ കോമഡി, ഫണ്ണി അങ്ങനത്തെയൊക്കെ കൊടുക്കും. പിന്നെ നിങ്ങളുടെ അനുസരിച്ച് കൊടുക്കുക. കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് കൊടുക്കുക. എന്തെങ്കിലും ഡിഷിൻ്റെ പേര് കൊടുക്കുക, ഏതാണോ കുക്ക് ചെയ്യുന്നത് അത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോൺ വെജ് ഒക്കെ ആണെങ്കിൽ ഏത് ഐറ്റം ആണോ കുക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ റെസിപ്പി, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ.
അത് കൊടുക്കാം. പിന്നെ ഗാർഡനിങ് ഒക്കെ ആണെങ്കിൽ ഗാർഡനിങ് കൊടുക്കാം. പിന്നെ ഏത് ടൈപ്പ്, അതായത് ചിലപ്പോൾ കൃഷിയായിരിക്കും, ചിലപ്പോൾ ഫ്ലവേഴ്സ് ആയിരിക്കും, അത് ഏത് ടൈപ്പാണോ അതിൻ്റെ പേര് കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഇപ്പം ഞാൻ കുക്കിങ്ങിൻ്റെ പറഞ്ഞില്ലേ, അതിലിപ്പോൾ ചിക്കൻ റെസിപ്പീന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ടാഗ്സിൽ ചിക്കൻ റെസിപ്പീന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് വരാം. വീഡിയോസ് വരുന്നത് നല്ല വ്യൂസൊക്കെ ഉള്ളതാണ് ആദ്യം വരുന്നത്. പക്ഷെ എന്നാലും ഈ ടാഗ്സിൽ കൊടുക്കുന്നത് നമ്മളിത് ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ എൻ്റെ ഓഡിയൻസ് മലയാളം കോമഡി എന്നൊക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് എൻ്റെത് വരാറുണ്ട്. അത് നമ്മൾ YT സ്റ്റുഡിയോയിലാണ് ഇതൊക്കെ നോക്കിയാൽ കാണുന്നത്. ഞാൻ അടുത്തൊരു വീഡിയോ YT സ്റ്റുഡിയോൻ്റെ സെറ്റിങ്സ് മാത്രം പറഞ്ഞുതരാം. അപ്പോൾ YT സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ അതിൽ ഉൾപ്പെടുത്താം. പിന്നെ നിങ്ങളുടെ ചാനൽ നെയിം ഉണ്ടല്ലോ, ആ ചാനൽ നെയിം നമുക്ക് ഈ ടാഗ്സിൽ ഉൾപ്പെടുത്താം. പിന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഫിലിം ഡയലോഗ്സ് ഒക്കെ ആ ഒരു ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നതാണെങ്കിൽ ആ ഫിലിമിൻ്റെ പേര് ഇതിൽ കൊടുക്കാം. പിന്നെ അതിലെ ആക്ട്രസ് കൊടുക്കാം, ആക്ടർ കൊടുക്കാം, അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നേരെ ബാക്ക് പോവാം. ഇനി വീഡിയോൻ്റെ തൊട്ട് താഴെ നമ്മൾ നേരത്തെ വിസിബിലിറ്റി അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ടില്ലേ, അത് നമ്മളിനി പബ്ലിക് ആക്കണം. ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത ശേഷമാണ് നമ്മൾ പബ്ലിക് ആക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു 6-7 മിനിറ്റിൽ ഇത് തുടങ്ങുകയെന്ന്. ഒരു 6-7 മിനിറ്റിൽ തുടങ്ങി ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ഒരു 8-9 മിനിറ്റ് ആ ഒരു സമയമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആ കറക്റ്റ് ടൈമിൽ തന്നെ മറക്കാതെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പബ്ലിക്കാക്കി ഇനി നമ്മൾ നേരെ സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓഡിയൻസിന് നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റും. അതായത് നമ്മുടെ വീഡിയോസ് ഇപ്പോൾ പബ്ലിക്കായിട്ടുണ്ട്. ലോങ് വീഡിയോൻ്റെ കാര്യവും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. അതിലും കാറ്റഗറിയുടെ കാര്യമൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാറ്റഗറിയും പിന്നെ ടാഗ്സ് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ലോങ് വീഡിയോൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനത്തെ ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അതും കൂടി ചെയ്തു തരാം. പിന്നെ ഈ വീഡിയോസൊക്കെ എപ്പോൾ അപ്ലോഡ് ചെയ്യാന്നുള്ള കാര്യം അത് നമ്മൾ YT സ്റ്റുഡിയോ നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ അത് ഉൾപ്പെടുത്തിയാൽ നല്ലോണം ലോങ് ആയി പോവും. അത്ര ലോങ് ആയ ആൾക്കാർ അങ്ങനെ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ മിസ്സായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താത്തത്. വളരെ വൈകാതെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ചോദിക്കുക. നിങ്ങൾ ഏത് രീതിയിലാണ് വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലാണ് ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഞാൻ ചെയ്ത് എനിക്ക് സക്സസ് ആയ കാര്യം ഇത്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ബെറ്ററായി തോന്നുന്നത് അത് പിന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.